അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ ദീനിയാത്ത് അഖ്ലാഖ് എന്ന ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി ജനിച്ചത് എവിടെ? ഉത്തരം മക്കത്ത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ വാർഷിക പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ദീനിയാത്ത് അഖ്ലാഖ്. അപ്പൊ അതിൽ വരാൻ സാധ്യതയുള്ള, നിർബന്ധമായിട്ടും വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, നബി ജനിച്ചത് എവിടെ? ഉത്തരം മക്കത്ത്. രണ്ടാമത്തത്, നബി വഫാത്തായത് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ? ഉത്തരം മദീനത്ത്. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേരെന്ത്? ഉത്തരം അബ്ദുള്ള. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര് എന്താണ്? ഉത്തരം ആമിന ബീവി. അഞ്ചാമത്തെ ചോദ്യം, നബിയുടെ ഗോത്രം ഏത്? ഉത്തരം ഖുറൈശ്. ആറാമത്തെ ചോദ്യം, നബിയുടെ വംശം ഏത്? ഉത്തരം ഹാഷിമി. ഏഴാമത്തെ ചോദ്യം, നബിയുടെ നിറം ഏത്? ഉത്തരം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. എട്ടാമത്തെ ചോദ്യം, നബിയുടെ പേര് എന്താണ്? ഉത്തരം മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒൻപതാമത്തെ ചോദ്യം, നബിയുടെ പേര് കേട്ടാൽ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്താമത്തെ ചോദ്യം, നാം കൂട്ടുകൂടേണ്ടത് ആരോടാണ്? ഉത്തരം നല്ലവരോട്. 11ാമത്തെ ചോദ്യം, നാം കൂടരുത് ആരോട്? ചീത്ത ആളുകളോട്. 12, നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉത്തരം ഉസ്താദുമാർ. 13, നബിയുടെ ആദ്യ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം ഖദീജ ബീവി. 14, നമുക്ക് പഠന ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് ആരാണ്? ഉത്തരം ഉപ്പ. ഇനി 15ാമത്തെ ചോദ്യമാണ്, നമ്മെ നൊന്ത് പ്രസവിച്ചതാര്? ഉത്തരം ഉമ്മ. ഉമ്മയാണ് നമ്മെ 10 മാസത്തോളം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചത്. അപ്പൊ നമ്മെ നൊന്ത് പ്രസവിച്ചത് ഉമ്മ. 16, നമ്മെ കുളിപ്പിക്കുന്നതും മദ്രസയിൽ പറഞ്ഞ് അയക്കുന്നതും ആരാണ്? ഉത്തരം ഉമ്മ. 17, നമുക്ക് ആഹാരങ്ങൾ കൊണ്ട് തരുന്നത് ആരാണ്? ഉത്തരം ഉപ്പ. ഇനി 18ാമത്തെ ചോദ്യം, നാം സലാം പറയേണ്ടത് എങ്ങനെയാണ്? നാം സലാം പറയേണ്ടത് എങ്ങനെയാണ്? ഉത്തരം അസ്സലാമു അലൈക്കും. ഇനി 19ാമത്തെ ചോദ്യം, നാം സലാം മടക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി 20ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഇനി അടുത്ത ചോദ്യമാണ് 21ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം അൽഹംദുലില്ലാഹ്. 22ാമത്തെ ചോദ്യം, ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക? ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക? ഉത്തരം വലത് കൈ. അപ്പൊ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇനി 23ാമത്തെ ചോദ്യമാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉത്തരം കൈയും വായയും കഴുകി വൃത്തിയാക്കണം. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈയും വായയും കഴുകി വൃത്തിയാക്കണം. ഇനി 24ാമത്തെ ചോദ്യം, നമ്മെ പടച്ചത് ആരാണ്? ഉത്തരം അല്ലാഹു തആല. 25ാമത്തെ ചോദ്യം, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആരാണ്? ഉത്തരം അല്ലാഹു തആല. ഇനി 26ാമത്തെ ചോദ്യമാണ്,
എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ ആരാണ്? ഉത്തരം അല്ലാഹു. ഇനി 27ാമത്തെ ചോദ്യം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണ്? സൃഷ്ടിച്ചത് അഥവാ പടച്ചത്. അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അഥവാ പടച്ചത് ആരാണ്? ആരാണ് ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത്? ഉത്തരം അല്ലാഹു തആല. ഇനി 28ാമത്തെ ചോദ്യം, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ആരാണ്? ഉത്തരം അല്ലാഹു. ഇനി 29ാമത്തെ ചോദ്യമാണ്, ഇബാദത്തിന് അഥവാ ആരാധനക്ക് അർഹൻ ആരാണ്? ഉത്തരം അല്ലാഹു തആല. അപ്പൊ അല്ലാഹു തആലയാണ് ഇബാദത്തിന് അഥവാ ആരാധനയ്ക്ക് അർഹൻ. ഇനി 30ാമത്തെ ചോദ്യമാണ്, നാം ആരെയാണ് ബഹുമാനിക്കേണ്ടത്? നാം ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ഉത്തരം മൂത്തവരെ അഥവാ മുതിർന്നവരെ. നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതൽ വയസ്സുള്ളവരാണ് മൂത്തവർ അല്ലെങ്കിൽ മുതിർന്നവർ എന്നൊക്കെ പറയുന്നത്. അവരെയാണ് നാം ബഹുമാനിക്കേണ്ടത്. ഇനി 31ാമത്തെ ചോദ്യമാണ്, നമുക്ക് എന്തിനും എപ്പോഴും കൂടെ വേണം ആര്? നമുക്ക് എന്തിനും എപ്പോഴും കൂടെ വേണം ആര്? ഉത്തരം എന്താണ്? നമ്മുടെ ഉമ്മ. 32ാമത്തെ ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എത്രാമത്തെ വയസ്സിൽ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ വിട്ടു പിരിഞ്ഞത് എത്രാമത്തെ വയസ്സിലായിരുന്നു? നമ്മിൽ നിന്നും വഫാത്തായത് എത്രാമത്തെ വയസ്സിൽ നിന്നുമാണെന്നാണ് ചോദ്യം. ഉത്തരം 63. അപ്പൊ 63 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വിട പറഞ്ഞത്. ഇനി 33ാമത്തെ ചോദ്യമാണ്, നമ്മുടെ റസൂലാണ് ആര്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 34ാമത്തെ ചോദ്യം, നമുക്ക് വേണം ഏത് സ്വഭാവം? ഉത്തരം സൽ സ്വഭാവം. 35ാമത്തെ ചോദ്യം, എല്ലാം കാണുന്നവൻ ആര്? ഉത്തരം അല്ലാഹു തആല. 36ാമത്തെ ചോദ്യം, അല്ലാഹു തക്ക പ്രതിഫലം നൽകും എന്തിന്? ഉത്തരം സൽ പ്രവർത്തിക്ക്. ഇനി 37ാമത്തെ ചോദ്യം, നമുക്ക് കഥ പറഞ്ഞു തന്നു ആര്? നമുക്ക് കഥ പറഞ്ഞു തന്നു ആര്? ഉത്തരം ഉമ്മ. 38ാമത്തെ ചോദ്യം, നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എന്തു പറയും? ഉത്തരം അയൽവാസികൾ. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അയൽവാസികൾ. ഇനി 39ാമത്തെ ചോദ്യം, മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവർ ആര്? ഉത്തരം കുടുംബക്കാർ. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് 40, വണക്കം ആർക്ക്? ഉത്തരം അള്ളാഹുവിന് മാത്രം. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.